सारी जहां से अच्छा हिंदुस्तान हमारा. രാജ്യം 77ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ നിറവിലാണ്. രാജ്യത്തിന്റെ സൈനിക ശക്തിയും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന പരേഡ് കർത്തവ്യപഥിൽ പുരോഗമിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തി പുഷ്പചക്രം അർപ്പിച്ചതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് തുടക്കമായത്. 10:30 തുടങ്ങിയ ചടങ്ങുകൾ ഇപ്പോൾ നീണ്ടുപോകുന്നു. ഡൽഹി കരസേനയുടെ ഡൽഹി ജനറൽ ഓഫീസർ കമാൻഡിംഗ് ലഫ്റ്റനന്റ് ജനറൽ ഭവനീഷ് കുമാറാണ് പരേഡിന് നേതൃത്വം നൽകുന്നത്. ദേശീയ ഗീതമായ വന്ദേ ഭാരതത്തിന്റെ 150ാം വാർഷികത്തിന്റെ ഭാഗമായി ഇത്തവണ വന്ദേമാതരം ഗാനത്തിന്റെ വരികളെ ചിത്രീകരിക്കുന്ന അപൂർവമായ ചിത്രങ്ങൾ കർത്തവ്യപഥിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ധൂരിൽ ഉപയോഗിച്ച ആയുധങ്ങളുടെ മാതൃകകൾ ഈ പരേഡിൽ പ്രദർശിപ്പിക്കപ്പെടും. കരസേനയുടെ യുദ്ധവ്യൂഹ മാതൃകയും ഇതാദ്യമായി റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകും. നമ്മുടെ രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ അതിഥികളായി എത്തിയിരിക്കുന്നത് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫൊണ്ടൈലിൻ എന്നിവരാണ്. ഇരുവരും റിപ്പബ്ലിക് ദിന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. പ്രധാനമന്ത്രി ഇരുവർക്കും രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിന്റെ സവിശേഷതകൾ വിശദീകരിച്ചു കൊടുക്കുന്നത് നമുക്ക് വേദിയിൽ കാണാൻ കഴിയും. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല ഫോണ്ടലൈൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്നു. രാഷ്ട്രപതി അഭിവാദ്യം സ്വീകരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ഈ ചടങ്ങിൽ യൂറോപ്യൻ യൂണിയൻ തലവന്മാർ അതിഥികളായി എത്തുമ്പോൾ യൂറോപ്യൻ യൂണിയനിലെ സൈനിക സംഘവും കർത്തവ്യപഥിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന ചടങ്ങുകളുടെ ഭാഗമാകുന്നുണ്ട്. കേരളമടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങൾ അവരുടെ കലാപ്രകടനങ്ങൾ റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി കാഴ്ചവെക്കും. 30 ടാബ്ലോകൾ, 30 നിശ്ചല ദൃശ്യങ്ങളാണ് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമായി ഈ ചടങ്ങുകളുടെ ഭാഗമായി ഉള്ളത്. നമുക്ക് അസമിൽ നിന്നുള്ള ടാബ്ലോ ഇപ്പോൾ കാണാം. റിപ്പബ്ലിക് ദിനത്തിന്റെ ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. അസമിൽ നിന്നുള്ള ടാബ്ലോ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിശ്ചല ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ വിളിച്ചോതുന്ന വിവിധ സാംസ്കാരിക പൈതൃകങ്ങളെ വിളിച്ചോതുന്ന കലാപ്രകടനങ്ങളാണ് ഇനി കർത്തവ്യപഥിൽ അണിനിരക്കാൻ പോകുന്നത്. അസമിൽ നിന്നുള്ള കലാകാരന്മാരുടെ ആ നിശ്ചല ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കർത്തവ്യപഥിലൂടെ സാവധാനം നീങ്ങുന്ന ഈ നിശ്ചല ദൃശ്യങ്ങളിൽ കേരളത്തിന്റെ മാതൃകയുമുണ്ട്. മലയാളികൾ ഒരുപക്ഷെ ആകാംക്ഷയോടുകൂടി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് കർത്തവ്യപഥിലെ ഈ നിശ്ചല ദൃശ്യങ്ങളിലേക്ക് കണ്ണു നട്ടിരിക്കുന്നത് കേരളത്തിന്റെ പങ്കാളിത്തം എന്താണ് എന്ന് കാണാനാണ്. കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്താണെന്ന് കാണാനാണ്. സ്വാഭിമാനം ഇന്ത്യ കാത്തിരിക്കുന്നു. ഗുജറാത്ത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയുടെ നാടായ ഗുജറാത്തിൽ നിന്നുള്ള മഹാത്മാജിയെയാണ് ഗുജറാത്തിന്റെ നിശ്ചല ദൃശ്യത്തിലുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. കർത്തവ്യപഥിൽ നിന്ന് ഇപ്പോൾ കാണുന്നത് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളാണ്. മഹാത്മജിയുടെ നാട്, മഹാത്മജിയുടെ സംസ്ഥാനമായ ഗുജറാത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ സജീവമായി നിലനിർത്തുന്ന നിശ്ചല ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചർക്കയിൽ നൂൽ നിൽക്കുന്ന രാഷ്ട്രപിതാവാണ് ഗുജറാത്തിന്റെ നിശ്ചല ദൃശ്യത്തിൽ ഉള്ളത്. വിവിധ സംസ്ഥാനങ്ങൾ വ്യത്യസ്തമായ ആശയങ്ങൾ, വ്യത്യസ്തമായ കലാപ്രകടനങ്ങൾ, വ്യത്യസ്തമായ സാംസ്കാരിക പാരമ്പര്യം അത് പ്രദർശിപ്പിക്കുകയാണ് രാജ്യം 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ ഡൽഹിയിലെ കർത്തവ്യപഥിൽ. മുൻനിരയിൽ നിൽക്കുന്ന വിശിഷ്ടാതിഥികൾ, അതോടൊപ്പം തന്നെ റിപ്പബ്ലിക് ദിന പരേഡിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുള്ള ആളുകൾ, അവരെല്ലാം തന്നെ വിവിധ സംസ്ഥാനങ്ങളുടെ നിശ്ചല ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.